Hello everybody, welcome back to the English classes. I am Junaid, your English teacher. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ബേസിക് ഫാക്ട്സാണ് നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ്സിലും ഇംഗ്ലീഷ് ബേസിക് ഫാക്ട്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. ഇൻ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് ലേൺഡ് ആൽഫബറ്റ്സ്, വേർഡ്സ്, സെൻറ്റൻസസ്, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽഫബറ്റ്സ് പഠിച്ചു, വേർഡ്സ് എന്താണെന്ന് നോക്കി, സെൻറ്റൻസിനെ കുറിച്ച് പഠിച്ചു, സെൻറ്റൻസിൻ്റെ രണ്ട് ഘടകങ്ങൾ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്നതിനെക്കുറിച്ചും പഠിച്ചു അല്ലേ. വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദ ബേസിക് ഫാക്ട്സ് ഓഫ് ഇംഗ്ലീഷ്. നമ്മൾ ബേസിക് ഫാക്ട്സ് ഓഫ് ഇംഗ്ലീഷിനെ കുറിച്ച് തന്നെയാണ് ഈ ക്ലാസ്സിലും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേർഡ്സിനെ കുറിച്ചാണ് ഇന്ന് കൂടുതൽ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വേർഡ്സിനെ കുറിച്ച് കുറച്ച് പഠിച്ചിരുന്നു. നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് വാക്കുകൾ പറയാം, ആ വാക്കുകൾ നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്തു വെക്കുക. സുനിത, സ്മോൾ, ഗുഡ്, മെലാറ്റൂർ, ഈറ്റ്, സ്ലോലി, ഹി, ദേ, ബ്ലാക്ക്, ബ്യൂട്ടിഫുൾ, നൈസ്ലി, ഓ, ടീച്ചർ, ഇൻ, ഓൺ, ടു. ഓക്കെ, ഇതൊക്കെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത വാക്കുകളാണ്. ഈ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും, ചിലത് വ്യക്തികളുടെ പേരുകളുണ്ട്, ചിലത് സ്ഥലത്തിൻ്റെ പേരുകളുണ്ട്, ചിലത് ഒരു ഗ്രൂപ്പിൻ്റെ പേരുകളുണ്ട്, ചിലത് നമ്മളൊരു വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നതാണ്, കളറുണ്ട് അല്ലേ. പിന്നെ ഹി, ഹിസ്, ദേ എന്നൊക്കെ പറഞ്ഞത് പ്രോനൗണ് സർവനാമമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകൾ ഒരുപാട് വാക്കുകളുണ്ട്. ഈ വാക്കുകളൊക്കെ പല വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ വിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, വാക്കുകളുടെ വിഭാഗം. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ പാർട്സ് ഓഫ് സ്പീച്ച്. ഇംഗ്ലീഷ് വാക്കുകളെ വിഭജിച്ചിട്ടുള്ള അത്തരം വിഭജനങ്ങളെ പറയുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് വേർഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് അക്കോർഡിംഗ് ടു ദെയർ യൂസ്. ദീസ് ആർ കോൾഡ് പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, എന്താ പറഞ്ഞത്? ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഭാഷയിൽ വേർഡ്സ് ആർ ക്ലാസിഫൈഡ്. ക്ലാസിഫൈഡ് എന്ന് പറഞ്ഞാൽ തരംതിരിച്ചിരിക്കുന്നു, വാക്കുകളെ തരംതിരിച്ചിരിക്കുന്നു. ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്, വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട്. കാറ്റഗറി എന്ന് പറഞ്ഞാൽ വിഭാഗങ്ങൾ അല്ലേ. വ്യത്യസ്ത ഇംഗ്ലീഷ് വാക്കുകളെ വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എന്തിൻ്റെ അർത്ഥത്തിലാണ്? അക്കോർഡിംഗ് ടു ദെയർ യൂസ്. ആ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, ഇംഗ്ലീഷ് എഴുതുമ്പോൾ നമ്മൾ ആ വാക്കുകൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അതിനെ തരംതിരിച്ചിരിക്കുന്നു എന്നർത്ഥം. ദീസ് ആർ കോൾഡ് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നു. നമ്മൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചിനെയാണ് ഈ ക്ലാസ്സിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? പാർട്സ് ഓഫ് സ്പീച്ചസ് ആർ 8 ഇൻ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വാക്കുകളെ അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നു പറഞ്ഞു. എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 8 ദ പാർട്സ് ഓഫ് സ്പീച്ച് ആർ 8 ഇൻ നമ്പേഴ്സ്. 8 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ ചില വാക്കുകൾക്ക് നമുക്കറിയാം, ചിലത് ആളുകളെ പേരുണ്ട്, ചില സ്ഥലങ്ങളെ പേരുണ്ട്, ചിലത് ഒരു വസ്തുവിൻ്റെ നിറത്തെ സൂചിപ്പിക്കുന്നു, ചിലതിൻ്റെ സ്വഭാവത്തെ കുറിക്കുന്നു ഒക്കെ അല്ലേ. അങ്ങനെ വ്യത്യസ്ത വാക്കുകൾ ഉൾക്കൊള്ളുന്നതാണ് ഇംഗ്ലീഷ് ഭാഷ. ഈ വാക്കുകളെ 8 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ആ 8 കാറ്റഗറി നോക്കാം. ഫസ്റ്റ് വൺ നൗൺ, നാമം അല്ലേ. സെക്കൻഡ് വൺ അഡ്ജക്റ്റീവ്, പ്രോനൗൺ, വെർബ്, അഡ്വേർബ്, ദെൻ പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. ഓക്കെ, ഇവിടെ 5 വരെ കാണുന്നുള്ളൂ, ബാക്കി നമുക്ക് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ വരുന്നുണ്ട്, ഇതിൽ സ്ലൈഡിൽ കാണാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നൗണ്, അഡ്ജക്റ്റീവ്, പ്രോനൗൺ, വേർബ്, അഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജങ്ഷൻ. ഓക്കെ, എന്തൊക്കെയാണ്? നൗണ് നാമം, മലയാളം ഒപ്പം കൊടുത്തിട്ടുണ്ട്. നാമം, നാമം എന്ന് പറഞ്ഞാൽ പേരുകൾ. അഡ്ജക്റ്റീവ് നാമവിശേഷണം, ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ എന്താണെന്നുള്ള ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. ദെൻ പ്രോനൗൺ സർവനാമം എന്താണെന്ന് നമ്മൾ പഠിക്കും. ദെൻ വേർബ്, വെർബ് നമ്മൾ പറയും, പക്ഷേ ആറ് വളരെ സൈലൻ്റ് ആണ്. നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ പഠിക്കേണ്ടതുണ്ട്, ഉച്ചാരണത്തിൽ പഠിക്കണം. വെർബ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക്
വേർബ്, ആറ് സൈലൻ്റായിട്ട് ഉച്ചരിക്കാം. വേർബ് ക്രിയ. ദെൻ അഡ്വേർബ് ക്രിയാവിശേഷണം. പ്രിപ്പോസിഷൻ ഗതി. കൺജങ്ഷൻ ഘടകം. ഇൻ്റർജങ്ഷൻ വ്യാക്ഷേപകം. ഓക്കെ, നമ്മളിനി ഓരോന്നും ചെക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓക്കെ, ഫസ്റ്റ് വൺ നൗൺ, നാമം. എന്താണ്? വേർഡ്സ് യൂസ്ഡ് ആസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളുടെ ഒന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് നൗൺ എന്ന് പറയുന്നത്. നാമങ്ങൾ. എന്തൊക്കെയാണ് അതിൽ വരിക? വേർഡ്സ് യൂസ്ഡ് ആസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. ഒരു വസ്തുവിൻ്റെ പേരോ ഒരു വ്യക്തിയുടെ പേരോ സ്ഥലത്തിൻ്റെ പേരോ ഒക്കെ നൗൺ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിയർ ഈസ് എ സെൻറ്റൻസ്, ഗാന്ധിജി വാസ് എ ലീഡർ. ഗാന്ധിജി വാസ് എ ലീഡർ. സിമ്പിൾ അല്ലേ? ഗാന്ധിജി ഒരു നേതാവായിരുന്നു അല്ലേ? ഈ സെൻറ്റൻസിൽ ഒരാളെ പേരുണ്ട്, എന്താണ്? ഗാന്ധിജി അല്ലേ? അത് നമ്മൾ ബ്ലൂ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നൗണിന് എക്സാമ്പിളാണ്, കാരണം അതൊരു വ്യക്തിയുടെ പേരാണ്. അപ്പോൾ അത്തരം പേരുകളെ നമുക്ക് ഇനി ലോകത്തുള്ള എല്ലാ വ്യക്തികളുടെ പേരുകൾ നൗൺ എന്ന വിഭാഗത്തിലാണ് വരിക. അപ്പോൾ നിങ്ങളുടെ പേര്, എൻ്റെ പേര്, കൂട്ടുകാരുടെ പേര്, കുട്ടികളുടെ പേര് അല്ലേ, മാതാപിതാക്കളുടെ പേര് ഒക്കെ എന്താണ്? നൗൺ വിഭാഗത്തിലാണ് വരിക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പേര്, ഒരു വ്യക്തിയുടെ പേര് എപ്പോഴും നൗൺ വിഭാഗത്തിലാണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ, കൽക്കട്ട ഈസ് എ സിറ്റി. കൽക്കട്ട ഈസ് എ സിറ്റി അല്ലേ? കൽക്കട്ട എന്ന് പറയുന്നത് കൽക്കത്ത, നമ്മൾ മലയാളത്തിൽ പറയുന്നത് കൽക്കത്ത. കൽക്കട്ട ഈസ് എ സിറ്റി. അത് ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ പ്ലേസ്, ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അതും നൗൺ വിഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ മേലാറ്റൂർ, പട്ടിക്കാട് അല്ലേ, പെരിന്തൽമണ്ണ ഒക്കെ എന്താണ്? നമ്മൾ നൗൺ വിഭാഗത്തിൽ വരുന്ന പേരുകൾ. ലോകത്തിലെ എല്ലാ സ്ഥലത്തിൻ്റെ പേരുകളും നൗൺ വിഭാഗത്തിലാണ് വരുന്നത്. എർത്ത് ഈസ് എ പ്ലാനറ്റ്. എർത്ത് അല്ലേ, ഭൂമി ഒരു ഗ്രഹമാകുന്നു, അതാണ് ഇതിൻ്റെ അർത്ഥം. എർത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിൻ്റെ പേരാണ്. അപ്പോൾ അതൊരു പേര് വിഭാഗത്തിൽ പെടുന്നതാണ്, ഒരു വസ്തുവിൻ്റെ പേരാണ് എർത്ത്. എർത്ത് ഈസ് എ പ്ലാനറ്റ്. അപ്പോൾ അതും നൗൺ വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി ഇതിൽ എക്സാമ്പിൾ എഴുതിച്ച് ഒരുപാട് എഴുതാണ്ട് നമുക്കിനി പറയാം അല്ലേ? ഇപ്പോൾ ബനാന. ബനാന എന്ന് പറഞ്ഞാൽ എന്താണ്? വാഴപ്പഴം. അതൊരു ഫ്രൂട്ടിൻ്റെ പേരാണ്. അപ്പോൾ അതും നൗണിലാണ് വരുന്നത് അല്ലേ? സൈക്കിൾ, അതൊരു ഒരു വാഹനത്തിൻ്റെ പേരാണ്, അതും നൗണിലാണ് വരുന്നത്. ഇങ്ങനെ പേരായിട്ട് പരിഗണിക്കുന്ന എല്ലാ വാക്കുകളും നൗണിലാണ് വരുന്നത്. ഓക്കെ, സിമ്പിളല്ലേ? ഇനി അതിൻ്റെ അടുത്ത ഭാഗമാണ് അഡ്ജക്റ്റീവ്, നാമവിശേഷണം. അപ്പോൾ നമ്മൾ നേരത്തെ നാമങ്ങളെക്കുറിച്ച്, നൗണുകളെക്കുറിച്ച് പറഞ്ഞു അല്ലേ? ഇനി നമുക്കിവിടെ പഠിക്കാൻ പോകുന്നത് നാമവിശേഷണം. ഒരു നാമത്തെ, ഒരു വസ്തുവിൻ്റെ പേരിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ നോക്കാം. വേർഡ് ദാറ്റ് എക്സ്പ്ലെയിൻ എ നൗൺ. ഒരു വസ്തുവിനെ കുറിച്ച് വിശദീകരിക്കുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത്ര കോംപ്ലിക്കേഷൻ നമ്മൾ എക്സാമ്പിൾ കണ്ടാൽ വളരെ സിമ്പിളായിരിക്കും. നോക്കാം, നേരത്തെ നമ്മൾ ഗാന്ധിജി വാസ് എ ലീഡർ എന്ന് പറഞ്ഞു അല്ലേ? ഒരു വാക്ക് ഇവിടെ കൂട്ടിച്ചേർത്ത് പറയാണ്, ഗാന്ധിജി വാസ് എ ഗ്രേറ്റ് ലീഡർ എന്ന് നമ്മൾ പറയാണ്. ഗാന്ധിജി വാസ് എ ഗ്രേറ്റ് ലീഡർ, മഹാനായ നേതാവായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞൊരു വിശേഷണമാണ് മഹാനായ നേതാവ്. വെറും നേതാവല്ല, മഹാനാണ് അല്ലേ, ഗ്രേറ്റാണ്. അപ്പോൾ അവിടെ ഗ്രേറ്റ് എന്നുള്ള വാക്ക് ഗാന്ധിജിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ലീഡർ എന്നുള്ളത് വിശേഷിപ്പിക്കുന്നത് തന്നെയാണ്, പക്ഷേ ആ ലീഡർ എന്നതിനെ ഒന്നും കൂടിയും വിശദീകരിച്ച് പറയാണ്, സാധാരണ നേതാവല്ല, ഗ്രേറ്റ് മഹാനായ നേതാവാണ് ഗാന്ധിജി എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ അവിടെ ഗ്രേറ്റ് എന്നുള്ളത് അഡ്ജക്റ്റീവ്സിൻ്റെ വിഭാഗത്തിൽ വരുന്ന വാക്കുകളാണ്. നമുക്കൊന്നുകൂടി നോക്കാം. കൽക്കട്ട ഈസ് എ സിറ്റി, നമ്മൾ നേരത്തെ നോക്കി. കൽക്കട്ട ഈസ് എ ബിഗ് സിറ്റി. കൽക്കട്ട ഈസ് എ ബിഗ് സിറ്റി. അപ്പോൾ കൽക്കട്ട ഒരു നഗരമാണ്, വെറും നഗരമല്ല, ഇറ്റ് ഈസ് എ ബിഗ് സിറ്റി. അപ്പോൾ വലിയ നഗരമാണ്. നഗരത്തെ ഒന്ന് വിശേഷിപ്പിച്ച് പറയാണ് അല്ലേ? നഗരത്തെ ഒന്ന് വിശേഷിപ്പിച്ച് പറയാണ്, എന്താണ്? ബിഗ് സിറ്റിയാണ്. സ്മോൾ സിറ്റി, ബിഗ് സിറ്റി, മീഡിയം സിറ്റി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിലേതാണ് സിറ്റി? കൽക്കട്ട ഏതാണ്? ബിഗ് സിറ്റിയാണ്. അപ്പോൾ ആ ബിഗ് എന്നുള്ളത് അഡ്ജക്റ്റീവ്സിൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ദെൻ എർത്ത് ഈസ് എ പ്ലാനറ്റ് നമ്മൾ പഠിച്ചു. എർത്ത് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലാനറ്റ്. എർത്ത് ഭൂമി മനോഹരമായ ഗ്രഹമാണ് അല്ലേ?
അപ്പോൾ ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്ക് എന്താണ് ഇവിടെ അഡ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഒരുപാട് അഡ്ജക്റ്റീവ് പറയാൻ പറ്റും. സ്മോള്, സ്ട്രോങ് അല്ലേ. ഹിസ് മസിൽസ് ആർ വെരി സ്ട്രോങ്. അപ്പോൾ മസിൽസ് ഒരാളെക്കുറിച്ച് അല്ലേ, ഒരു ജിമ്മ് ആളെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഹിസ് മസിൽസ് ആർ വെരി സ്ട്രോങ്. അപ്പോൾ വെറും മസിലല്ല, സ്ട്രോങ് മസിലാണ്. മസിലിനെ ഒന്നും കൂടി വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നത് സ്ട്രോങ് മസിലാണ് അല്ലേ. ഐ നീഡ് എ സ്ട്രോങ് ടീ. എനിക്ക് നല്ലൊരു സ്ട്രോങ് ചായ വേണമെന്ന് പറയും നമ്മൾ അല്ലേ. സാധാരണ ചായ ഉണ്ട്, സ്ട്രോങ് ചായ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ ചായ വിശേഷിപ്പിക്കുന്ന വാക്കാണ് സ്ട്രോങ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ രണ്ട് കാര്യം പഠിച്ചത്, നൗണ്, അഡ്ജക്റ്റീവ്. നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ നാമം, അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആ നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഞാൻ പിന്നാലെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്നുകൂടി ചെയ്യുക. സംശയമുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് ടോപ്പിക്, വേർബ്. വാട്ട് ഈസ് വേർബ്? ക്രിയ. വേർഡ് യൂസ്ഡ് ടു ഡിനോട്ട് ആക്ഷൻസ്. ക്രിയ അല്ലേ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ക്രിയ എന്ന വിഭാഗത്തിൽ വരുന്നത്. എക്സാമ്പിൾ, ഐ റീഡ് എ നോവൽ. ഐ റീഡ് എ നോവൽ. ഇവിടെ റീഡ് എന്നുള്ളതാണ് ക്രിയ ആയിട്ട് വരുന്നത്. ഞാൻ പുസ്തകം വായിക്കുന്നു അല്ലേ. അപ്പോൾ വായിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്, അതിനെയാണ് റീഡ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡ് എന്നുള്ള വാക്ക് വേർബ് എന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. ദെൻ യു പ്ലേ ഫുട്ബോൾ. നിങ്ങൾ അല്ലെങ്കിൽ നീ ഫുട്ബോൾ കളിക്കുന്നു അല്ലേ. അപ്പോൾ പ്ലേ എന്നുള്ളത് ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നമുക്കതിനെ വെർബിൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. ഷീബ കുക്സ് ഫുഡ്. ഷീബ ഭക്ഷണം പാകം ചെയ്യുന്നു അല്ലേ. കുക്സ് എന്നുള്ളത് എന്താണ്, ഒരു ക്രിയയാണ്, അത് നമുക്ക് വെർബിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ഇപ്പോൾ രാഹുൽ ഈസ് ജമ്പിങ് അല്ലേ. ജമ്പ് എന്നുള്ളത് രാഹുൽ ജംപ്സ്, രാഹുൽ ചാടുന്നു. അപ്പോൾ ആ ജമ്പ് എന്നുള്ളത് ക്രിയയാണ്. ഷീല റീഡ്സ് ദ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഷീല ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു. അപ്പോൾ റീഡ് എന്നുള്ളത് എന്താണ്, ക്രിയ വെർബിൽ വരുന്ന റൈറ്റ്. അങ്ങനെ ഒരുപാട് ക്രിയകൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഈറ്റ്, ജമ്പ്, റീഡ്, സ്വിം അല്ലേ. ഷീ ഈസ് സ്വിമ്മിങ് എന്ന് പറയാം, അവൾ നീന്തുകയാണ്. അപ്പോൾ നീന്തുക എന്നുള്ള പ്രവൃത്തിയെ നമുക്ക് വെർബിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ വെർബ് എന്നുള്ള വളരെ വലിയൊരു വെർബിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ദെൻ അഡ്വേർബ്, ക്രിയാവിശേഷണം. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ നൗണ്, അഡ്ജക്റ്റീവ് അല്ലേ, നാമം, നാമവിശേഷണം പഠിച്ചു. ഇവിടെ ക്രിയാവിശേഷണം. ഈ ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ഇനി നോക്കുന്നത് കേട്ടോ. വേർഡ് യൂസ്ഡ് ടു സേ സംതിങ് അബൌട്ട് ദ വേർബ്. വെർബിനെ കുറിച്ച് പറയുന്ന, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വാക്കുകളെ നമുക്ക് അഡ്വേർബ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഐ റീഡ് ദ നോവൽ സ്ലോലി. ഞാൻ ആ നോവൽ പതുക്കെ വായിച്ചു. ഞാൻ വായിച്ചു എന്നേ നേരത്തെ പറഞ്ഞുള്ളൂ അല്ലേ. ഐ റീഡ് എ നോവൽ എന്നേ നേരത്തെ പറഞ്ഞുള്ളൂ. ഇവിടെ ഐ റീഡ് ദ നോവൽ സ്ലോലി, ഞാൻ പതുക്കെയാണ് വായിച്ചത്. പതുക്കെ എന്നുള്ളത് വായനയുടെ സ്വഭാവത്തെ കുറിക്കുന്ന വാക്കാണ്. എങ്ങനെ വായിച്ചു? വേഗത്തിൽ വായിക്കാം, പതുക്കെ വായിക്കാം, ഉച്ചത്തിൽ വായിക്കാം അല്ലേ, പല രീതിയിൽ വായിക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ്? ഐ റീഡ് ദ നോവൽ സ്ലോലി, ഞാൻ വളരെ പതുക്കെ ആ നോവൽ വായിച്ചു. അപ്പോൾ വായനയുടെ സ്വഭാവത്തെ കുറിക്കുന്ന വാക്കാണ് സ്ലോലി എന്നുള്ളത്. അത് അഡ്വേർബിൻ്റെ വിഭാഗത്തിൽ വരുന്നു. യു പ്ലേ ഫുട്ബോൾ നൈസിലി. വളരെ മനോഹരമായിട്ട് ഫുട്ബോൾ കളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നൈസിലി എന്നുള്ള വാക്ക് മനോഹരമായിട്ട് കളിക്കുക എന്നുള്ള വസ്തുവിനെ അല്ലെങ്കിൽ ആ ക്രിയയെ, ആ പ്രവൃത്തിയെ വിശേഷിപ്പിച്ച വാക്കാണ് നൈസിലി, മനോഹരമായിട്ട്. ഷീബ കുക്സ് ഫുഡ് വെരി ടേസ്റ്റിലി. ഷീബ ഭക്ഷണം പാകം ചെയ്തത് എങ്ങനെയാണ്? ടേസ്റ്റിലി ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഷീബയുടെ പാചകം വളരെ ടേസ്റ്റിയാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് ഈ സ്ലോലി, നൈസിലി, ടേസ്റ്റിലി ഇതൊക്കെ അഡ്വേർബിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനിയുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. പ്രോനൗൺ, സർവനാമം. എന്നിട്ട് നമുക്ക് നേരിട്ട് പോയി നോക്കാം. വേർഡ്സ് യൂസ്ഡ്,
ഇൻസ്റ്റെഡ് ഓഫ് നൗൺസ്. നമ്മൾ നേരത്തെ നൗൺസിനെ കുറിച്ച് പറഞ്ഞില്ലേ, വ്യക്തികളുടെ പേര്, സ്ഥലത്തിൻ്റെ പേര് ഒക്കെ പറഞ്ഞല്ലോ. ആ സ്ഥലത്തിൻ്റെ പേര്, വ്യക്തികളുടെ പേര്, അതിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺ, സർവനാമം എന്ന് മലയാളത്തിൽ പറയും. നോക്കാം. ജോയ് ഈസ് എ ഡോക്ടർ. ജോയ് ഈസ് എ ഡോക്ടർ. ജോയ് ഒരു ഡോക്ടറാകുന്നു. ഹി ഈസ് വെരി ക്ലവർ. അവൻ വളരെ ബുദ്ധിമാനുമാണ്, അല്ലേ? അപ്പോൾ അവിടെ രണ്ടാമത്തെ സെൻറ്റൻസിൽ നോക്കുകയാണെങ്കിൽ കോമയ്ക്ക് ശേഷം ജോയിയെ കുറിച്ചാണ് രണ്ട് കാര്യവും പറയുന്നത്. ജോയ് ഈസ് എ ഡോക്ടർ, ജോയ് ഈസ് വെരി ക്ലവർ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ ഒന്നാമത്തെ സെൻറ്റൻസിൽ ജോയിയെ കുറിച്ച് പറഞ്ഞു, ജോയ് ഒരു ഡോക്ടറാകുന്നു, അവൻ വളരെ വളരെ ബുദ്ധിമാനാണ്, അല്ലേ? അപ്പോൾ അവൻ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, ജോയ് ഒരു ഡോക്ടറാകുന്നു, അവൻ വളരെ ബുദ്ധിമാനാണ്. അവൻ എന്നുള്ള വാക്ക്, ഹി എന്നുള്ള വാക്ക് ഇവിടെ പ്രോനൗണിലാണ് വരുന്നത് കേട്ടോ. ഒരു നൗണിന് പകരം ഉപയോഗിക്കുന്ന. അവിടെ ശരിക്കും ജോയ് എന്നുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് വരേണ്ടത്. പക്ഷേ അതിന് പകരം ആണാച്ചെങ്കിൽ അവൻ ഹി എന്ന് പറയും, പെണ്ണാണെങ്കിൽ അവൻ ഷി എന്ന് പറയും. ഇനി നമ്മൾ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ ഇറ്റ് എന്ന് പറയും. അപ്പു ആൻഡ് കിട്ടു ആർ നൈബേഴ്സ്. അപ്പുവും കിട്ടുവും എന്താണ്? അയൽവാസികളാണ്. നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അയൽവാസികളാണ്. ദേ ആർ ഫ്രണ്ട്സ്. അവർ കൂട്ടുകാരുമാണ്, അല്ലേ? അപ്പോൾ അപ്പുവിനെ കുറിച്ചും കിട്ടുവിനെ കുറിച്ചുമാണ് ആദ്യം പറഞ്ഞത്. അവർ അയൽവാസികളാണെന്ന് പറഞ്ഞു, അല്ലേ? പിന്നെയും അപ്പുവിനും കിട്ടുവിനെയും കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദേ എന്ന് ഉപയോഗിച്ചാൽ മതി. അവരുടെ പേര് പിന്നെയും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥിരം ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്, ഒന്ന് എല്ലാവരെയും സൂചിപ്പിച്ച് പോകാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ദേ എന്ന് ഉപയോഗിക്കുന്നു, അവർ. അപ്പോൾ ദേ എന്നുള്ളത് പ്രോനൗൺ വിഭാഗത്തിൽ വരുന്നതാണ്. ഹു ഈസ് ഹിസ് ടീച്ചർ. ഹു ഈസ് ഹിസ് ടീച്ചർ. അവൻ്റെ ടീച്ചർ ആരാണ്, അല്ലേ? അവൻ്റെ. അപ്പോൾ നമ്മൾ പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? ഒരുപാട്, അല്ലേ? ഹി, ഷീ, ഇറ്റ്, ദേ, വി, ഐ, ഹിസ്, ഹെർ ഒക്കെ നമ്മൾ പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്നു. നമുക്ക് ചെറിയ ചെറിയ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് ഈ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കാൻ കിട്ടും. അത് നിങ്ങൾ സ്വയം പഠിക്കുക കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ മലയാളത്തിൽ ഗതി എന്ന് പറയും. എന്താ നോക്കാം. വേർഡ് ഇറ്റ് ഷോസ് ദ റിലേഷൻ. ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻ എന്ന് പറയാം. പ്രിപ്പൊസിഷൻ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം, സ്ഥാനത്തിന് മുമ്പ്. രണ്ട് സെൻറ്റൻസുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്ക്. നോക്കാം. ഐ ഗോ ടു മാർക്കറ്റ് വിത്ത് മൈ ഫാദർ. ഐ ഗോ ടു മാർക്കറ്റ് വിത്ത് മൈ ഫാദർ, അല്ലേ? ഇവിടെ രണ്ട് സെൻറ്റൻസ് ഉണ്ട്. ഐ ഗോ ടു മാർക്കറ്റും ഉണ്ട്, മൈ ഫാദർ എന്നുള്ളതുകൊണ്ട്. രണ്ടിനെയും കമ്പൈൻ ചെയ്തതാണ് വിത്ത് എന്നുള്ള വാക്ക്. ഐ ഗോ ടു മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു, വിത്ത് മൈ ഫാദർ, എൻ്റെ അച്ഛൻ്റെ കൂടെ. അപ്പോൾ വിത്ത് എന്നുള്ളത് ഈ രണ്ട് സെൻറ്റൻസിനെയും യോജിപ്പിച്ച വാക്കാണ്. അപ്പോൾ വിത്ത് പ്രിപ്പോസിഷൻ്റെ ഗ്രൂപ്പിലാണ് വരുന്നത്. ഐ റിസീവ്ഡ് എ ലെറ്റർ ഫ്രം മുംബൈ. ഐ റിസീവ്ഡ്, ഞാൻ സ്വീകരിച്ചു. എ ലെറ്റർ, ഒരു കത്ത് ഞാൻ സ്വീകരിച്ചു. അതൊരു സെൻറ്റൻസാണ്. പിന്നെ മുംബൈ എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഐ റിസീവ്ഡ് എ ലെറ്റർ ഫ്രം മുംബൈ. എവിടെ നിന്നാണ് സ്വീകരിച്ചത്? മുംബൈയിൽ നിന്നാണ്. അപ്പോൾ ഫ്രം എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ ആണ്. കൺജങ്ഷൻ, ഘടകം. വാട്ട് ഈസ് കൺജങ്ഷൻ? വേർഡ് യൂസ്ഡ് ടു ജോയിൻ വേർഡ്സ് ഓർ സെൻറ്റൻസസ്. രണ്ട് വാക്കുകളെയോ രണ്ട് സെൻറ്റൻസുകളെയോ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻ, ഘടകം എന്ന് പറയുന്നത്. നമുക്കറിയുന്ന സെൻറ്റൻസുകൾ. ടോം ആൻഡ് രാഹുൽ ആർ ഫ്രണ്ട്സ്. ടോം ആൻഡ് രാഹുൽ ആർ ഫ്രണ്ട്സ്. അപ്പോൾ ടോമിനെയും രാഹുലിനെയും ബന്ധിപ്പിച്ച വാക്കാണ് ആൻഡ്. ടോമും രാഹുലും എന്നുള്ള വാക്കാണ് അവിടെ ബന്ധിപ്പിച്ചത്, അല്ലേ? ഇംഗ്ലീഷിൽ ആൻഡ് എന്നുള്ള വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. ടോം ആൻഡ് രാഹുൽ ആർ ഫ്രണ്ട്സ്. ഐ കോൾഡ് ഹിം ബട്ട് നോട്ട് ലുക്ക്ഡ് മീ. ഐ കോൾഡ് ഹിം, ഞാൻ അവനെ വിളിച്ചു പക്ഷേ അവൻ തിരിഞ്ഞു നോക്കിയില്ല. ബട്ട്, അല്ലേ? അപ്പോൾ രണ്ട് സെൻറ്റൻസുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന വാക്കാണ് ബട്ട്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ്, ലാസ്റ്റ് ടോപ്പിക്, ഇൻ്റർജെക്ഷൻ, വ്യാക്ഷേപകം. എന്താണത്? വേർഡ് യൂസ്ഡ് ടു എക്സ്പ്രസ് സഡൻ ഫീലിംഗ്. നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന ചില ഫീലിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചില വാക്കുകളാണ്. ഓ, ഹീ സ്കോർഡ് എ പോയിൻറ്റ്, അല്ലേ? ഇപ്പോൾ നമ്മളൊരു കളി കാണുമ്പോൾ ഒരു ഗോൾ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് നേടുമ്പോഴോ നമ്മൾ
ഒരു ഓ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നു. അതാണ് നമ്മൾ ഇൻ്റർജെക്ഷനിൽ പറയുന്നത്. വേർഡ്സ് യൂസ് ടു എക്സ്പ്രസ് സഡൻ ഫീലിംഗ്, പെട്ടെന്നുള്ള ഫീലിങ്ങിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വാക്കുകളാണ്. ഈ വാക്കുകൾക്ക് പ്രത്യേക മീനിങ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓ എന്നുള്ളത് മീനിങ് ഒന്നുമില്ല, പക്ഷേ അത് ഇംഗ്ലീഷിലൊരു വാക്കാണ്. അലാസ് വി വൺ ദ മാച്ച്. ഓ, നമ്മൾ മത്സരം വിജയിച്ചിരിക്കുന്നു. അലാസ്, ഹുറ ഒക്കെ ഇതൊക്കെ ഇംഗ്ലീഷിലെ ഇൻ്റർജെക്ഷൻ എന്നുള്ള ഗ്രൂപ്പിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 8 ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ചെറുതാണ്, എന്നാൽ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? പാർട്സ് ഓഫ് സ്പീച്ചിൽ 8 പാർട്സ് ഓഫ് സ്പീച്ചുകളുണ്ട്. നൗണ്, അഡ്ജക്റ്റീവ്, പ്രോനൗണ്, പിന്നെ വെർബ്, അഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള 8 ടോപ്പിക്സാണ് നമ്മൾ പഠിച്ചത്. ഇത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുക. പുസ്തകങ്ങളുടെ നിങ്ങൾ വായിച്ചു പഠിക്കുക. മലയാളത്തിലെ ഇംഗ്ലീഷിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ വായിച്ചു പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ടെക്സ്റ്റ് ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ തുടങ്ങാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഇനിയും ഇംഗ്ലീഷിൻ്റെ ബേസിക്കായ കുറേ കാര്യങ്ങൾ ഗ്രാമറിലേക്ക് കടന്നിട്ടില്ല. ഇതിൻ്റെ തുടക്കമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിക്കുക മാത്രമാണുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു.